കട്ട് ചെയ്തതാണ് അരുണഭദ്രം അടുത്തത്. അപ്പൊ ഞാനെന്നെ ബെറ്റർ. ഇല്ല 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 കളിച്ചാൽ മതി. ഇല്ല എനിക്ക് 10 സെക്കൻഡ് കൊണ്ട് ക്വസ്റ്റ്യൻ കഴിഞ്ഞില്ലേ? അപ്പൊ ഞാൻ ജയിച്ചതായി ഔപചാരികമായി പ്രഖ്യാപിക്കുന്നു. എന്റെ പേര് ഇംഗ്ലീഷിൽ തിരിച്ചു പറ. സ്പെല്ലിങ് AYBAK. ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വീണ്ടും നമ്മളൊരു ചലഞ്ചായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ അനിയത്തി കൂടി ഉണ്ട്. അവൾ ഇൻട്രോ എടുക്കാൻ വരുന്നില്ല, ഭയങ്കര ചമ്മൽ. അതുകൊണ്ട് ഞാൻ പറയാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ ചലഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, കുറേ കമൻറ്റ് നോസ് പുള്ളിങ് ചലഞ്ച് ചെയ്യുമെന്നുള്ളത്. അപ്പോൾ ഇനി ഏതായാലും നോസ് പുള്ളിങ് ചലഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിങ്ങനെ ചുമ്മാ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ അത് കാണുന്നവർക്കൊരു ബോറടി ആയാലോ. അതുകൊണ്ട് ഞാനിപ്പം കുറച്ച് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിട്ടുണ്ട്. അവളും അതുപോലെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവളൊരു ക്വസ്റ്റ്യൻ ചോദിക്കും, എന്നിട്ട് നമ്മൾ ടൈമർ വെക്കും. ഇത്ര ടൈമിനുള്ളിൽ അതിന് ആൻസർ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നോസ് പുള്ളി ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ ചുമ്മാ ഇങ്ങനെ മൂക്ക് തിരുമ്മിക്കൊണ്ടിരുന്നാൽ ഇത് നമുക്കും കുറേ വേദനയ്ക്കും കാണാൻ നിങ്ങൾക്ക് ബോറടിക്കും. അതുകൊണ്ട് നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ച് കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ, ആ ടൈമറിനുള്ളിൽ പറയുകയാണെങ്കിൽ പിന്നെ വെറുതെ നമുക്ക് അത്ര വേദനിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ ചോദിക്കും. 10 സെക്കൻഡ് കൊണ്ട് ആൻസർ പറയണം. കേരളത്തിൽ നിന്ന് താഴേന്ന് മേലേക്കുള്ള ജില്ലയുടെ ഓർഡർ പറയണം. ഫുള്ള് പറയാൻ പറ്റില്ലെങ്കിൽ ആ ഓർഡർ ശരിയാവണം. 10 സെക്കൻഡിനുള്ളിൽ താഴേന്ന് മേലേക്കുള്ള ജില്ലയുടെ ഓർഡർ. നാണക്കേടാണ്. എനിക്ക് അറിയുന്ന പോലെ ഞാൻ പറയില്ലേ, ചിലപ്പോൾ ടെൻഷൻ കൊണ്ട് തെറ്റും. അല്ലാണ്ട് അറിയാനിട്ടല്ല. 1 2 3 സ്റ്റാർട്ട്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, പത്തനംതിട്ട, സൈഡിൽ ആലപ്പുഴയുണ്ട്. പിന്നെ മുകളിൽ ഇടുക്കിയുണ്ട്, സൈഡിൽ ഇപ്പുറത്ത്. പിന്നെ എറണാകുളം, പാലക്കാട്, തിരുവനന്തപുരം കഴിഞ്ഞു. നീ പറഞ്ഞതെന്ന് തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ സൈഡിൽ, പത്തനംതിട്ട സൈഡിൽ വന്നാൽ പോരാ. ഓർഡർ സൈഡിലല്ല, ആലപ്പുഴ തന്നെ. പിന്നെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം. തെറ്റി. അത് ഡിസ്ട്രിക്റ്റാ ചോദിക്കുന്നേ. ഡിസ്ട്രിക്റ്റിന്റെ എന്നാ ഡിസ്ട്രിക്റ്റ് ഞാനല്ല ചോദിക്കുന്നേ. ഇത് ഓർഡറിലൊന്നല്ല ഇതിപ്പം. ഇത് ഓർഡറിൽ തന്നെ. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം, ഇടുക്കി, കോട്ടയം. കൊല്ലം കഴിഞ്ഞിട്ട് പത്തനംതിട്ട കഴിഞ്ഞിട്ട് ആലപ്പുഴ കഴിഞ്ഞ കോട്ടയം, കൊല്ലം, കോട്ടയം അടുത്തടുത്തല്ല അല്ലേ? ഈശ്വര, ഇത് കാണാൻ നാണക്കിടാണ്. അത് മാപ്പ് എടുക്കും. ഈ മാപ്പ് എടുക്കും. അല്ല കോട്ടയം. അപ്പൊ തെറ്റിയാൽ പണിഷ്മെന്റ്. നോസ് പുള്ളിങ്. സമയം ഞാൻ മതി. പക്ഷെ ഇത് എന്റെ ടെൻഷൻ കൊണ്ട് എനിക്ക് തെറ്റാനായിട്ട് ആരും എന്റെ കളിയാ പറഞ്ഞതാണ്. ഇങ്ങനെയാ കുറച്ച് വലിയ നോക്കാം. മതി. എന്തിനാണ് ഇങ്ങനെ വേദനിപ്പിക്കുന്ന ചലഞ്ച് പിന്നെയും പറയുന്നത്? അത് ഞാനല്ലേ ടൈമർ നോക്കണേ. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കണേ. ഇന്ദ്രിയത്തിന്റെ 5 സിനിമ. ഇന്ദ്രിയത്തിന്റെ ടൈമർ ഓണാക്കി. ഹാപ്പി ഹസ്ബൻഡ്സ്. പിന്നെ അരുണഭദ്ര. ഇതിന്റെ ഇടയിൽ കട്ട് ചെയ്തതാണ് അരുണഭദ്രം അടുത്തത്. അപ്പൊ ഞാനെന്നെ ബെറ്റർ. ഇല്ല ഓക്കെ, ഇവിടെ ക്യാമറയിൽ വരുന്നില്ല. ആ സമയം ഒന്നുകൂടെ ആക്കുക. ടൈമർ അങ്ങ് പോയി. ഇപ്പൊ ആലോചിച്ചിട്ടുണ്ടാവും. 10 സെക്കൻഡ് കിട്ടില്ല. ഓക്കെ, ഇത് എപ്പോഴേ ഓണാക്കി? സിന്ദൂര് കഷ്ടാണ് ആ സാധനം. തൊട്ടേ പറ. ഇത് ഒന്നുകൂടി. ലൂസിഫർ, ഹാപ്പി ഹസ്ബൻഡ്സ്. പിന്നെ 10 സെക്കൻഡ് കഴിഞ്ഞു. 10 എനിക്ക് 50 സെക്കൻഡ് ആയിപ്പോ. നല്ല വേദന മതി. കണ്ണം നല്ല വേദന. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തത് ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനെല്ലാം പാ വെച്ച് മാത്രം ഉത്തരം പറയണം. ഓക്കെ, 3 സ്റ്റാർട്ട്. ഇത് 10 സെക്കൻഡ് അല്ല, ഇത് തോക്കുന്നത്. ഇത് തോറ്റാല്, അതായത് എനിക്ക് മടുത്തു തോന്നുന്നവരെ ഒരു മിനിറ്റ്. ഇത് 1 മിനിറ്റ്. പിന്നെ 10 സെക്കൻഡ് എനിക്ക് ഒന്നും ചോദിക്കാൻ പോലും ഉണ്ടാവില്ല. പേരെന്നാ? പാർവതി. എത്രാം ക്ലാസ് വരെ പഠിച്ചു? 10ാം ക്ലാസ് വരെ. എന്തിനാ പഠിക്കുന്നേ? പഠിച്ചു വലിയ ആളാവൻ. എന്നാ രാവിലെ കഴിച്ചിനെ? പുട്ടും പപ്പടും ആരാ ഉണ്ടാക്കിയേ? പാപ്പനെന്താ പണിയാ തന്നെ. പിന്നെ ഇപ്പോഴത്തെ ഡ്രസ്സിന്റെ കളറെന്നാ? പച്ച. ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാ? പാപ്പിയപ്പച്ച. നടി? പാർവതി. പിന്നെ
നീ ഇവിടെ തോറ്റു ഇവക്ക് ക്വസ്റ്റ്യൻ ഇല്ല. ക്വസ്റ്റ്യൻ ഞാൻ മുന്നേ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. പിന്നെ എന്തെങ്കിലും ചോദിക്കാൻ കഴിഞ്ഞ ഇത്ര നീ ക്വസ്റ്റ്യൻ അപ്പൊ ഓക്കെ ഞാൻ ജയിച്ചു. എനിക്ക് തവണ ഇതിന് ഒഴിഞ്ഞു കിട്ടി. അടുത്ത ഞാൻ എന്നോടാ കളി. അടുത്തത് ഇതേ സാധനം തന്നെ. വാ വെച്ചിട്ട് ഉത്തരം പറയണം. ടൈമർ വേണ്ടേ? ഇന്ന് രാവിലെ കോളേജിൽ പോയിനോ? വരുന്നവരെ കോളേജിലുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ സമയം എടുത്തില്ല, എന്നാലും കുഴപ്പമില്ല. വരുന്ന വരെ കോളേജിലാണ്. ഓക്കെ, അതിൽ എന്തോ തട്ടിപ്പുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് ഇത് പണ്ടാരെ പോകുന്നുണ്ടല്ലേ, അതൊക്കെ ജസ്റ്റ് ഒന്ന് പോസ് ആക്കിക്കുന്നുണ്ടേ. ഇതേപോലെ ഞാൻ ആലോചിച്ചു. നീ അങ്ങനല്ല, ഞാൻ ഒട്ടും പ്രിപ്പയർ ആയിരുന്നില്ലല്ലോ. ഇഷ്ടപ്പെട്ട വണ്ടി ഏതാണ്? വണ്ടിയല്ല, വണ്ടി ഇഷ്ടം. അതെയാ. വണ്ടിക്ക് എത്ര ടയറില്ലേ? വണ്ടിക്ക് 4 ടയറുണ്ട്. ഓക്കെ. വണ്ടീൻ്റെ കളറോ? വെള്ള. വെള്ള. ഓക്കെ. പിന്നെ വീട്ടിലാരെങ്കിലും ഇല്ലേ? വെല്ലിച്ചനും വെല്ലുമി. അയ്യോ. ഓക്കെ. രാവിലെ തൊട്ട് ഇതുവരെ ഇല്ലേ ഏറ്റവും ഇഷ്ടത്തോടെ ചെയ്ത കാര്യം എന്നാ? വായിക്കുന്നത്. ഏടാ. പിന്നെ നമുക്കൊന്നും കിട്ടുന്നില്ല. അപ്പൊ ഞാൻ ജയിച്ചു. അയ്യേ, ഇതൊരു വാങ്ങില്ല. ഓക്കെ, ഇത് ഒഴിവാക്കി, കേസ് ഒഴിവാക്കി. അടുത്തത് അടുത്ത ക്വസ്റ്റ്യൻ എന്നോടേക്ക്. ഞാനല്ലേ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പരസ്പരം ഞാൻ പൃഥ്വിരാജ്. ഭയങ്കര കോമ്പിനേഷൻ ആണ്. പൃഥ്വിരാജിന്റെ 5 സിനിമ. അനന്തഭദ്രം, പിന്നെ നമ്മൾ 2020, പിന്നെ ലൂസിഫർ, പിന്നെ ഇത് വെള്ളിത്തിര, പിന്നെ വെള്ളി നക്ഷത്രം, പിന്നെ 2020 പറഞ്ഞോ? 2020 പൃഥ്വിരാജിന്റെ നമ്മൾ പറഞ്ഞേ തെറ്റി. രാവിലെ പോയി നമ്മൾ തമ്മിൽ നമ്മൾ എന്ന് പറഞ്ഞ സിനിമയുണ്ട്. നമ്മളതേ പറഞ്ഞിട്ടു. ഇവിടെ നമ്മൾ തമ്മിൽ എന്ന് പറയുമ്പോൾ 10 സെക്കൻഡിനുള്ളിൽ 16 സെക്കൻഡ് ആയിന് സംഭവം. ഞാൻ പിന്നെ നമ്മൾ പറഞ്ഞോണ്ട് തെറ്റിയില്ലേ, പോയിക്കോട്ട് എന്ന് വെച്ചിട്ട് പറഞ്ഞത് നമ്മൾ പറഞ്ഞു. നീ ഇങ്ങനെ കളിക്കണം. അരുണഭദ്രം നമ്മൾ തമ്മിൽ നിന്നായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷെ നമ്മൾ എന്ന് പറഞ്ഞ സിനിമയിലെ സ്ഥിതിക്ക് നമ്മൾ കൂട്ടും. നമ്മൾ എന്നുള്ള സിനിമയില് കൂട്ടും. ഞാൻ 5 സിനിമ ചോദിച്ചത് അതടക്കം. നീ 10 സെക്കൻഡ് കഴിഞ്ഞു. 16 സെക്കൻഡ് ആയി. ഞാൻ 5 സിനിമ അതിന് ഉപ്പിട്ടേ പറഞ്ഞില്ല. എന്തെല്ലാം പറഞ്ഞേ? ഞാൻ എന്തെല്ലാം പറഞ്ഞു? ഒന്ന് വെള്ളിത്തിര, വെള്ളി നക്ഷത്രം, മറ്റേതെല്ലാം പറഞ്ഞു. ഇല്ല, നുള്ളിടെ നുള്ള് വലിയ വേദന എടുക്കുന്ന ചെറുങ്ങനെ നുള്ള്. ഒറ്റത്തോണ്ട് നുള്ളല്ലാതെ അറ്റത്തോട്ട് നുള്ളിപ്പോ വേദന. മറ്റേത് അഡ്ജസ്റ്റ് ചെയ്യാം. മതി 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 മതി. ഓക്കെ. 10 സെക്കൻഡ് അല്ലേ? എൻ്റെ പേര് ഇംഗ്ലീഷിൽ തിരിച്ചു പറ. സ്പെല്ലിങ് AYVAK. അത് പോലും എഴുതണം. KVYA. നീ എന്ന് പറഞ്ഞു AYVAK. ലാസ്റ്റ് ടൈം പറഞ്ഞേ. അതെ കെ തന്നെ പറഞ്ഞു. നീ കെ തന്നെ മനസ്സിലുണ്ട്. കെ തന്നെ പറഞ്ഞു. കെ പറഞ്ഞു. ഞാൻ ജയിച്ചു. വെറും 6 സെക്കൻഡിൽ. ക്വസ്റ്റ്യൻ കഴിഞ്ഞോ? അടി ഇതിന് ഞാൻ ജയിച്ചു. അടുത്തത് ഞാനല്ലേ? ഇതിന് അത്ര സെക്കൻഡ് ഇല്ല. 5 സെക്കൻഡ് ടൈമില്ലോ. 5 സെക്കൻഡ് ടൈമില്ലോ. ഇതൊരു ഓർമ്മ പരിശോധനയാണ്. നീ നമ്മ ഫസ്റ്റ് ചെയ്തിട്ട ഇയർ പുള്ളിങ് ചലഞ്ച്, അതിലിട്ട ഡ്രസ്സിന്റെ കളർ. 5 സെക്കൻഡ് കഴിഞ്ഞു. 5 സെക്കൻഡ് കഴിഞ്ഞു. മഞ്ഞ ഫസ്റ്റ് ചെയ്ത ഇയർ പുള്ളിങ് ചലഞ്ച്. മഞ്ഞ ഏത് മഞ്ഞുണ്ട്? ആ മഞ്ഞ, എപ്പോഴും മഞ്ഞ. ഞാൻ വീഡിയോ നോക്കി വെച്ചിന് മോളെ കാണ. മഞ്ഞയാണ്. മഞ്ഞ. ഇതാ മഞ്ഞ. 5 സെക്കൻഡ് ഒന്നും പോരാ ശരിക്കും. 10 സെക്കൻഡ് ഞാൻ പറയട്ടെ. എനിക്കെന്താണ് കാ വെച്ചിട്ട് 10 സ്ഥലം ടൈമർ നമുക്ക്. ഓക്കെ, അങ്ങനെയൊന്നും അല്ല. കണ്ണൂര്, കോഴിക്കോട്, കാസർഗോഡ്, പിന്നെ കോട്ടയം, കൊല്ലം. 10 സെക്കൻഡ് വേണം. 10 സെക്കൻഡ് കഴിഞ്ഞു. എത്ര സെക്കൻഡ്? പക്ഷെ നിന്റെ കളിക്ക് 5 പോവാ. പിന്നെ ഇവിടെ 10 എന്നാ പറഞ്ഞേ. 10 സെക്കൻഡ് കൊണ്ട് 10 സ്ഥലം. എന്തെന്ന് ഇത്? കണ്ണൂര്, കോഴിക്കോട് എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡ് വേണ്ടു. അല്ല, സെക്കൻഡ് എത്ര നമുക്ക് പറയാം. നിങ്ങക്ക് വേദനയില്ലേ? അടിച്ചു നിൽക്കുന്നുണ്ടല്ലോ. നിന്റെ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് എനിക്ക് കുറിച്ചുള്ളത് മതി. അടുത്ത ക്വസ്റ്റ്യൻ. നിന്റെ ക്വസ്റ്റ്യൻ കഴിഞ്ഞോ? ക്വസ്റ്റ്യൻ കഴിഞ്ഞു ഇല്ലേ? നീ 4 ക്വസ്റ്റ്യൻ എടുത്തിട്ട് 5 ക്വസ്റ്റ്യൻ ചെയ്യും. ഓക്കെ, അടുത്തത് പൂവ് അല്ലെങ്കിൽ പൂക്കൾ നാട്ടം വരുന്ന 5 പാട്ട്. ആ പാട്ടിന്റെ അവിടെ വരാൻ പൂക്കൾ പൂന്ന് വരാം. 10 സെക്കൻഡ്. 3 സ്റ്റാർ. പൂവേ ഒരു മണിമുട്ടം.
പൂവേ പൂവേ അതിൽ തന്നെ 2, 3, 4 അങ്ങനെ പറ്റില്ല, പൂവേ പൂവേ പാലപ്പൂവേ പൂവേ ഒരു മഴമുത്തം പിന്നെ 10 സെക്കൻഡ് കഴിഞ്ഞിട്ട് പാടാനായിട്ട് പറഞ്ഞു ചോദിക്കും 20 സെക്കൻഡ് അഞ്ച് പാട്ട് ഞാൻ പറഞ്ഞുതരാം. പൂവേ ഒരു മഴമുത്തം പറഞ്ഞു. പൂവേ പൂവേ പാലപ്പൂവേ പൂവേ ഇതിൽ ഇപ്പൊ പറഞ്ഞല്ലേ ശരി മതി. ഇല്ല എനിക്ക് 10 സെക്കൻഡ് കൊണ്ട് ക്വസ്റ്റ്യൻ കഴിഞ്ഞില്ലേ? അപ്പൊ ഞാൻ ജയിച്ചതായി ഔപചാരികമായി പ്രഖ്യാപിക്കുന്നു. പറ എങ്ങനെ ജയിക്കുവാ? ജയിക്കുന്നതിന് അർത്ഥം വേണ്ടേ? നീ പറ. 10 സെക്കൻഡ് വന്നിട്ട് മതി. അപ്പോൾ ഓക്കെ, നമ്മുടെ ചലഞ്ച് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. എപ്പോഴത്തെയും പോലെ ഇവിടെ തന്നെ വിജയമായിരിക്കുന്നു. കള്ളത്തരണത്തിലൂടെ വിജയമാവേണ്ട ആവശ്യമൊക്കെയില്ല അല്ലേ? അപ്പോൾ ഓക്കെ, വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. നമ്മൾ ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ഇട്ടതുകൊണ്ട് അങ്ങനെ ഫുള്ളി നോ സ്കൂളിംഗ് ചലഞ്ച് ചെയ്യാമെന്ന് പറയുമ്പം അതെങ്ങനെയായിരിക്കും, ബോറിംഗ് ആവുമോ എന്നുള്ളൊരു ടെൻഷൻ കൊണ്ടാണ് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ആഡ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ കാണുന്നവർക്ക് ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിൽ മാത്രം എടുക്കുക, വേറെ ഒന്നുമില്ല. നമ്മളും കുറച്ച് സമയം ഒരു ടൈം പാസ് നിലയിൽ മാത്രമേ അങ്ങനെ കാണുന്നുള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും താങ്ക്സ്. അതുപോലെ തന്നെ എന്നും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഉണ്ടാവുന്ന സജഷൻസും കാര്യങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്ത വീഡിയോയിലോട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.